ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിന്റെ 38-ാം ദിവസമാണല്ലോ ഇന്ന്. വീണ്ടും ഒരു നോമ്പ് കാലം കൂടി ആയിരിക്കുന്നുവല്ലോ. നോമ്പുകാലത്തിന്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊണ്ട് നമ്മെ തന്നെ വിശദീകരിച്ച് ക്രിസ്തുവിൽ നല്ല ഫലങ്ങൾ പ്രാപിപ്പാൻ സഹായിക്കട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയാണ്. യേശുവിനോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം യേശുവിനെ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. തന്നോട് ചേർന്ന് നിൽക്കുന്നവരെയെല്ലാം ദൈവം ചേർത്ത് പിടിക്കും. മർക്കോസ് 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ ദൈവത്തോട് യോഹന്നാൻ ചോദിക്കുന്നു, നിന്റെ മഹത്വത്തിൽ ഇടത്തും വലത്തും ഇരിപ്പാൻ വരം നൽകണം. യേശു അവരോട് പറയുന്നു, എൻ്റെ ഇടത്തും വലത്തും ഇരിക്കാൻ ഇടം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവിൻ്റേതാണ്. കർത്തൃസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരുന്ന് അവനിൽ നിന്ന് പഠിച്ചെടുക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അത് ആർജിക്കാൻ സാധിക്കുക. അപ്പോൾ നാം ശ്രേഷ്ഠ സ്ഥാനത്തേക്ക് കർത്താവ് നമ്മെ ഉയർത്തപ്പെടും. കർത്താവ് അതിൽ മുദ്ര പതിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ മുൻപിൽ ശ്രേഷ്ഠരായ വ്യക്തിത്വമുള്ളവരായി തീരുക എന്നതാണ് ഏറ്റവും വലിയ കരുണ. ഈ യോഗ്യത നഷ്ടപ്പെടാതെ ഇരിക്കാൻ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നവരായിരിക്കണം. ഇവയനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ജ്ഞാനികളും വിവേകികളുമാകും. ആകയാൽ നാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനം ആണ് എന്നുള്ള വിശ്വാസ ജീവിതം നയിക്കാൻ സാധിക്കണം. ജീവിതത്തിൻ്റെ ശൂന്യതയാണ് ലക്ഷ്യം തെറ്റിയുള്ള നമ്മുടെ ജീവിതം. ദൈവരാജ്യം സ്വന്തമാക്കാനുള്ള മാർഗം സ്നേഹമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൻ്റെ മക്കളാകാൻ ജീവിതത്തിൻ്റെ ശൂന്യതയാണ് ലക്ഷ്യം തെറ്റിയുള്ള നമ്മുടെ ജീവിതം. ദൈവരാജ്യം സ്വന്തമാക്കാനുള്ള മാർഗം സ്നേഹമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൻ്റെ മക്കളാകാൻ ക്രിസ്തു ആകുന്ന തുറമുഖത്ത് ജീവിതം തുറന്ന് തിന്മകളെ നീക്കി നന്മകളെ നമ്മളിലും മറ്റുള്ളവരും പരിപോഷിപ്പിക്കണം. അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ദൈവരാജ്യം നിങ്ങളിലാണ്, നിങ്ങളുടെ മധ്യത്തിലാണ്, നമ്മുടെ ഉള്ളിലാണ്. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും വിനയത്തോടും വിവേകത്തോടും കൂടി നയിക്കുവാനും യേശു പിതാവിനോട് ചേർന്ന് ഇരുന്നതുപോലെ പിതാവിൻ്റെ ഹിതം അറിയാൻ സാധിച്ചത്, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുവാനും സാധിച്ചത്, ജീവിതത്തിൻ്റെ ശൂന്യത, നമ്മുടെ ലക്ഷ്യം തെറ്റിയുള്ള നമ്മുടെ ഓട്ടം, ഈ ശൂന്യത നികത്താൻ നാം ദൈവത്തിൽ ലക്ഷ്യബോധമുള്ളവരായിരിക്കണം. ദൗത്യവും ശുശ്രൂഷകളും ദൈവസ്നേഹത്തിൽ ആഴപ്പെടുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഏത് സങ്കീർണമായ സാഹചര്യത്തെയും ആഘോഷമാക്കാൻ സാധിക്കുന്നത്. നിത്യജീവിതത്തിലേക്കുള്ള പ്രത്യാശയാണ് നാം ഓരോരുത്തരെയും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും വിശുദ്ധിയും ദൈവത്തോടുള്ള വിശ്വസ്തയും ദൈവീക കൽപ്പനകൾക്ക് അനുസരണമായ പ്രത്യാശാനിർഭരമായ ഒരു ജീവിതത്തിന് ഉടമയാകുന്നത്. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് അവൻ നൽകിയ രക്തത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നത് ഈ നോമ്പുകാലം ഉപവാസത്തിൻ്റെയും എളിമയുടെയും പരിത്യാഗ പ്രവൃത്തിയിലൂടെയും ഈ നോമ്പുകാലം ആയിത്തീരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.